മലകൾ. ഫുള്ളും മലമ്പ്രദേശം വന്നുകൊണ്ട് മലകൾ കണ്ടില്ലേ, ഫുള്ളും മലകളാണ്. നല്ല രസമുള്ള മല, കൊണ്ട വെച്ച മാതിരിയാ. ഇങ്ങനത്തെ സ്ഥലത്തൂടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോർഡറാണ് ഇത്, സൂരത്തും പിന്നെ മഹാരാഷ്ട്രയും നാസിക്കും അതിൻ്റെ ഇടയാണ്, ബോർഡർ ഏരിയയാണ്. സൂരത്തിന് ഫുള്ളും മലയല്ലേ. ഈ മലയുടെ അപ്പുറം ഗുജറാത്താണ്. ആ കാണുന്ന മലയുടെ അപ്പുറം, ഈ കാണുന്ന മലയുടെ അപ്പുറം. കൃഷിയുണ്ട് ഇവിടെ, മറ്റേ കടുകുണ്ട്, പച്ചക്കറി ഉണ്ട്, പിന്നെ ചോളം, ഉള്ളിയുണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്. ഇതൊക്കെ മുന്തിരിയാണ്. അത് കാണുന്ന പച്ചപ്പ് കാണുന്ന മുഴുവൻ മുന്തിരിയാണ്. ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ് പോയത്. ഇതുണ്ടോ, കടുകുണ്ട്, പച്ചമുളകുണ്ട്, ഉള്ളി, മുന്തിരിയുണ്ട്. പിന്നെ ഈ സൈഡ് മുഴുവൻ മലയാണ് കേട്ടോ, ഫുള്ള് മലയാണ്. കാട്ടുമുയൽ ഇഷ്ടംപോലെ ഉണ്ടാവും രാത്രി പോയാൽ. പിന്നെ ചെറിയൊരു ഫോറസ്റ്റ് ആട്ടത്. പക്ഷെ നമ്മുടെ അവിടുത്തെ മാതിരി മൃഗങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു പുറത്ത് ഒരു കുരങ്ങിനെ പോലും കാണാനില്ല. മലകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. രാത്രി പോവുകയാണെങ്കിൽ മുയലിനെ കാണാം. ഭയങ്കര വലിപ്പമുള്ള മുയലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ് കാണാനൊക്കെ. ഇവിടെ നിന്ന് പിന്നെ വീടുകളില്ല കേട്ടോ, വീടും ഫോറസ്റ്റാണ്. ചെറിയൊരു ചുരം പോലാണ്. വന്യമൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. വന്യമൃഗങ്ങളുടെ ശല്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒരു 400-450 കിലോമീറ്റർ ഗുജറാത്തിലോട്ട് കയറിയാൽ സൂരത്ത് കഴിഞ്ഞാൽ മറ്റേ സിംഹങ്ങളുണ്ടാവും. കേട്ടോ, വെറും കാടാണ്. പക്ഷെ ശക്തിയുള്ള കാടൊന്നുമല്ല. മരങ്ങളുണ്ട്, പക്ഷേ മൃഗങ്ങളില്ല. എന്നാൽ ചുരമാണ്, വേറൊന്നുമില്ല. ഒരു കടയോ വെള്ളമോ കുന്തോ കുടച്ചക്കറോ ഒന്നും കിട്ടുകയില്ല. നമ്മുടെ നാട്ടിലേമാരുള്ള കാടല്ല. ഇങ്ങനത്തെ കാട്ടിക്കൂടെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ ആനയും പുലിയും കരടിയൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല. ഇതുണ്ടോ, ഭയങ്കര മലകളാണ്, ഒന്നൊന്നര മലയാണ്. ഈ മലയുടെ അപ്പുറം പിന്നെ ഗുജറാത്താണ്. ഗുജറാത്തിൽ മുഴുവൻ മലകളാണല്ലോ. അങ്ങ് അടിവാരത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതൊരു ചുരം ഇറക്കമാണ്, അത്യാവശ്യം നല്ല ചുരമാണ്. നമ്മൾ വലത്തോട്ടാ. വല്ലപ്പോ ഫോറസ്റ്റ് കഴിഞ്ഞു, കൃഷി സ്ഥലമാണ് മുഴുവനും. കണ്ടോ, ഫുള്ള് കൃഷി. അങ്ങനെ ഭൂമിയൊക്കെ എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ടാവും. ഇവരെ കൊണ്ടാരും തടഞ്ഞിട്ട് പോവില്ല. ടാക്സ് ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ചാണകം കണ്ടില്ലേ, അത് ചാണകമാണ് അട്ടിയായിട്ടിരിക്കുന്നത്. ചാണകം ഉണക്കിയിട്ട് ഇങ്ങനെ വെക്കും. അത് ഉള്ളി പറിച്ചിട്ട് എടുക്കുന്ന, ഇത് ഉള്ളി പാടാണ്. പിന്നെ നമ്മളാ കണ്ട മല കണ്ടോ, ചട്ടി കമത്തി പോലെ ഇരിക്കുന്ന മല. ഇതിൻ്റെ അപ്പുറത്ത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ ബോർഡറിൻ്റെ തൊട്ടിപ്പുറത്തൂടെ നമ്മൾ പോകുന്നത്.
നല്ല രസമാണ്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. യാത്ര ചെയ്യാനൊക്കെ സുഖമുള്ള റോഡാണ്. കാരണം വെച്ചാൽ അലമ്പൊന്നുമില്ല. മറ്റേ അല്ലെങ്കിൽ മറ്റേ ശല്യമൊക്കെ ഉണ്ടാകുന്നൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനത്തെ തടാകങ്ങൾ കാണാം, ചെറിയ ചെറിയ തടാകങ്ങൾ. ഉള്ളിപ്പാടം. ഇതൊരു ചെറിയ അങ്ങാടിയാണ്. ആ മലയുടെ മണ്ടയിൽ വെളുത്ത വര കാണുന്നില്ലേ? ആ വരയിൽ കൂടെ വണ്ടികൾ പോകുന്ന അവരുടെ ആവശ്യങ്ങൾക്കും അത് സർക്കാർ ആവശ്യങ്ങൾക്കും മിലിറ്ററി ആവശ്യങ്ങൾക്കും മാത്രം പോകുന്നതാണ്. സർക്കാർ ആവശ്യങ്ങൾക്ക് മാത്രം പോകുന്ന, അതായത് മിലിറ്ററിയുടെ ആവശ്യത്തിന് മാത്രം പോണ വഴിയാണ്. മലയൊക്കെ അടുത്ത് കാണണം. അപ്പോഴേ അതിൻ്റെ ഒരു ഇതുള്ളൂ. കണ്ടോ? ഇവിടെയൊക്കെ നല്ല ജനവാസമുള്ള സ്ഥലമാണ്. പക്ഷെ ചുരം മാതിരിയാണ്. ഭയങ്കര വളവും കയറ്റവും ഇറക്കവും ഒക്കെ കൂടാണ്. ഞങ്ങൾ ഉള്ളി കയറ്റാൻ വന്നു. ഗുജറാത്തിൻ്റെ സൂരത്തിൻ്റെ അടുത്താണ്, ഗുജറാത്തിൻ്റെ ബോർഡറാണ്. കുറച്ചുള്ളി കയറ്റി. നമ്മുടെ ഒപ്പമുള്ള ഡ്രൈവറാണ് ആ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. ഉള്ളി തുന്നിയാണ്, ചാക്കൊക്കെ ആക്കി തുന്നിയാൽ മതി. ഒക്കെ ഉള്ളിയാണ്. ഉള്ളി കയറ്റാൻ നിർത്തിയേക്കാണ് നമ്മുടെ KVL. നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ ഡെമ്മിയാട്ടത്. ഇത് കണ്ടോ അമങ്ങണേ? കണ്ടോ? ഉള്ളു വിട്ടിക്കുക, ഫുള്ള് പൊട്ടിച്ചത് ഉണ്ടോ? ആ ഇതൊക്കെ ഇളകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് കണ്ടോ ഇച്ചിരി ഇളകിയിട്ടുണ്ട്. കണ്ടോ? ഇളകിയിട്ട് ഇപ്പോൾ ടയർ മാറ്റി കൊടുക്കാൻ പോവാ. ഒരു രാജസ്ഥാനി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. അവിടുത്തെ ഇരിപ്പും കുഴുത്തൊക്കെ കണ്ടില്ലേ? ആൾക്കാർ ഇരിക്കണം അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇരിക്കവർ. കുറച്ച് ആൾക്കാർക്ക് ഇവിടെ മേശ കസാരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഒപ്പം ഉള്ളവനാ രാഘവൽ. നമ്മൾ ഇത് ഡാള്, പരിപ്പ് കറി, റൊട്ടി,
ഉണ്ടോ റൊട്ടി പരിപ്പൊരി രാത്രിത്തെ ഫുഡാണ്. എല്ലാവരും എത്താറായി. ഉടുപ്പിയാണത്, ഉടുപ്പി. കാണുന്നതാണ് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ കവാടം. കവാടമുണ്ട്, അമ്പലത്തോട് കുറെ പോകണം. താഴെ കൂടെ വണ്ടി പോകണം, അതുകൊണ്ട് അങ്ങനെ തന്നെ കാണും. ഉടുപ്പി ക്ഷേത്രത്തിൽ നിന്ന് പോണ ബസ്സാണ്. വിഷു കഴിഞ്ഞു. മംഗലാപുരത്ത് ഇപ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നത്. റോഡ് സൈഡിൽ നിരന്നുണ്ടത് കണിക്കൊന്ന, ഫുള്ള് കണിക്കൊന്നയാണ്. നമ്മളങ്ങനെ മംഗലാപുരം എത്തി. ഇനി ലോഡ് മൂവാറ്റുപുഴയ്ക്കാണ്. വഴിയിൽ വണ്ടി കേടുവന്നു, ജീപ്പ് പൊട്ടി, അഴിച്ചോണ്ടിരിക്കുക. കാസർഗോഡാണ് സ്ഥലം. വെച്ചിറക്കി മാഹി. പുള്ളി ഇറക്കി കഴിഞ്ഞു. ഇനി ചെറിയും കൂടെ ഉണ്ട്, ഒരു 50 ചാക്കുണ്ട്. അവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു.